പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ജനൻ ടിവിയിലൂടെ കൊല്ലത്തുനിന്ന് പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ തട്ടിപ്പും തിരുമുല്ലവാരത്തെ ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങളുടെ ദുരിതവും ദൃശ്യം സഹിതം ലോകമറിഞ്ഞു. കുണ്ടറയിലെ ട്രെയിൻ അട്ടിമറി ശ്രമം, പുള്ളിക്കട കോളനിയിലെ ജനങ്ങളുടെ ദുരവസ്ഥ തുടങ്ങി നിർണായകമായ സംഭവങ്ങളാണ് പുറലോകമറിഞ്ഞത്. ആരുമെത്താത്തയിടത്തേക്ക് ജനം ടിവി എത്തി. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം ക്യാമറ കണ്ണുകളിലൂടെ ലോകമറിഞ്ഞു. പാവനമായ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്ന ഭക്തജനങ്ങളെ ചൂഷണം ചെയ്തു. മദ്യക്കുപ്പികൾ നിറഞ്ഞതും വൃത്തിഹീനവുമായ സ്ഥലങ്ങളിൽ നിന്നാണ് കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയത്. തിടപ്പള്ളിക്കകത്ത് വെച്ച് ആചാരങ്ങൾ പഠിച്ചവർ ചെയ്തു കൊടുക്കേണ്ട പ്രസാദം ഇവിടെ ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വളരെ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വെച്ച് കെമിക്കലുകൾ ചേർത്ത്, കരിപ്രസാദം ഉൾപ്പെടെ കെമിക്കലുകൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. അതിനകത്ത് കൃത്യമായും മനുഷ്യാവകാശ ലംഘനമുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഈ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടുന്ന ഏവോ ഈ കുറ്റകൃത്യങ്ങളെ ആവർത്തിച്ച് കണ്ടിട്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ദേവസ്വം നിയമത്തിൻ്റെ, അതായത് ദേവസ്വം മാനുവലിൻ്റെ ലംഘനമാണ്. നിയമവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് പലരും അവർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് നടപടി ഉണ്ടാകാതെ ഇവിടുന്ന് ഭക്തജനങ്ങൾ പിരിഞ്ഞു പോവുകയില്ല. അടുത്ത ദിവസം ഹിന്ദു ഐക്യവേദി ദേവസ്വം AC ഓഫീസ് മാർച്ച് ചെയ്യുന്നതും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനെത്തുന്ന തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങൾ ഹൈന്ദവ വിശ്വാസികളെ വേദനിപ്പിക്കുന്നതായിരുന്നു. പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ ബലിതർപ്പണത്തിനെത്തിയ ഭക്തർ അനുഭവിക്കേണ്ടി വന്ന ദുരിതം ചെറുതല്ല. 5 മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പം 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്, അതിനകത്തുള്ളത് 500 പേരാ. എന്നിട്ട് അടുത്തിരിക്കുന്നവരെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് വരുന്നവരാ. അടുത്തിരിക്കുന്നവരെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ വലിയ പ്രതിഷേധമുയർന്നു. തുടർന്ന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലത്തെ വിവിധ ക്ഷേത്രഭൂമികളിലെ തട്ടിപ്പുകളടക്കം ജനം ടിവി ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 22 നടന്ന കുണ്ടറയിലെ ട്രെയിൻ അട്ടിമറി ശ്രമം ലോകമറിയുന്നത് ജനം ടിവിയിലൂടെയാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തി നേടിയെന്ന് പറയുമ്പോഴും പുള്ളിക്കട കോളനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ജനം ടിവി പുറത്തു കൊണ്ടുവന്നു. ഈ 16 കൊല്ലം കൊണ്ട്, ഈ തീ പിടിച്ച് ഇത്രയും കാലം കൊണ്ട് ഇവിടെ അല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ജില്ലകളുണ്ടോ ഇതേ ദുരിതമുണ്ടോ? 26 കൊല്ലം കൊണ്ട് കിടക്കുക. 26 കൊല്ലം കൊണ്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് കിടക്കുക. ഇവരെന്തിനാ ഞങ്ങളെ ഇട്ടേക്കുന്നത്? പുഴുക്കളാണെങ്കിൽ ഞങ്ങളെ എന്തിനാ വിട്ടേക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഒരു കാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? വോട്ട് കാലത്ത് വരും, മുടുക്കി കയറും, അവിടെ കയറും, ഇവിടെ കയറും, എല്ലാവരും കാല് പിടിക്കും. അല്ല എന്നൊക്കെ ഒരു കാര്യമുണ്ടോ? തീ കത്തിക്കാൻ കൂടി സൗകര്യമില്ല നമുക്ക്. അറിയാവാ, ഞങ്ങൾ കിടന്ന് അനുഭവിക്കുന്നത് കയ്യും കണക്കുമില്ലാതെ. ഞങ്ങളെൻ്റെ അക്കയും ഇവിടെ ആരും വരത്തില്ല. അവർ മേയറാണെങ്കിൽ അക്കരെ വരും.
വന്ന് കാര്യം കണ്ടിട്ട് അവരങ്ങ് പോകും. ഇങ്ങോട്ട് വന്ന് എന്താ ഏതാന്ന് പോലും അവർ തിരക്കത്തില്ല. ലഹരി സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളുമടക്കം ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ ഇക്കാലം അത്രയും ജനമറിഞ്ഞു. ഇനിയും തുടരുകയാണ് വാർത്തകളുടെ ഈ ലോകത്തെ യാത്ര. ജനം, കൊല്ലം.